ഇന്നത്തെ വനിതാ ലോകത്തിന്റെ ഈ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാഷൻ വേൾഡ് സെഗ്മെന്റിലൂടെയാണ്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസിന്റെ വൈവിധ്യമാർന്ന കളക്ഷനുകളാണ് ഇന്നത്തെ വനിതാ ലോകത്തിന്റെ ഫാഷൻ വേൾഡ് സെഗ്മെന്റിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വസ്ത്രവ്യാപാര രംഗത്തെ ഒരു പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പുതിയ കോൺസെപ്റ്റാണ് എൻ്റെ ഡിസൈൻ എൻ്റെ പട്ട് എന്നത്. ഈ ഒരു ആശയം കൂടുതൽ ഫലപ്രദമാക്കാൻ സീനത്ത് സിൽക്സ് ആൻഡ് സാരീസിന് കഴിഞ്ഞിട്ടുണ്ട്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസിൽ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് വെഡിങ് കളക്ഷനുകളാണ്. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസിലെ ഒരു വെറൈറ്റി സാരിയാണിത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേക ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്യും. ഈ ഫ്ലവേഴ്സ് ഡിസൈനിനകത്ത് നല്ല സ്റ്റോണുകൾ, കാണാൻ തിളക്കമുള്ള സ്റ്റോണുകൾ ഡിസൈൻ ചെയ്യും. ഇത് ഈ സാരിനകത്ത് വെക്കുമ്പോഴും അതിനെ നമുക്ക് ഡ്രസ് ചെയ്താലും കുറച്ച് അട്രാക്റ്റീവ് കിട്ടും. ഇത് നിങ്ങൾ ഈ സ്റ്റോൺസ് വരയ്ക്കുന്ന സമയത്ത് ഗമ്മിന്റെ ഒരു നല്ല ക്വാളിറ്റി ഗമ്മ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ നമ്മൾ കൂടുതൽ മുൻഗണന കൊടുക്കും. വർക്കിൻ്റെ തൊട്ടടുത്ത് ഉള്ളിലായിട്ട് ഓരോ ഡിസൈന് വോൾസ് വെക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായി എടുത്തു കഴിഞ്ഞാൽ ഇതാ വോൾസ് കണ്ടില്ല, ഈ വോൾസ് വരുന്നു. ഈ വോൾസ് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കളർ വരുന്ന പ്ലെയിൻ കളറായിരിക്കും. ഈ പ്ലെയിൻ കളറായിരിക്കും. അപ്പോൾ ഈ പ്ലെയിൻ കളറിന് ഒരു ഒരു ഭംഗി കിട്ടും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് സിന്തറ്റിക് സിൽക്കാണ്. ഈ സിന്തറ്റിക് സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള സിൽക്കിനേക്കാളും അതേ ക്വാളിറ്റി തോന്നിക്കും. പക്ഷെ അത്ര റേറ്റ് ഉണ്ടാവില്ല. പക്ഷെ കാണാൻ നല്ല അതേ ക്വാളിറ്റി ആയി തോന്നിക്കും. അതെ അതെ അതെ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഫുൾ കട്ട് വർക്ക് ആയിരിക്കും. കട്ട് വർക്ക് അത് തന്നെ അതിന് സ്റ്റോൺ പിടിക്കുന്നതായിരിക്കും. നമ്മൾ കണ്ടില്ല, മുന്താണി എടുക്കുന്ന ഭാഗം ഫുൾ ഗോൾഡ് ജെറി ആയിരിക്കും. ഗോൾഡൻ ജെറിയിൽ വരുന്ന മുന്താണി, കാരണം കുറച്ചുകൂടി ഒരു എലഗൻ ലുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എലഗൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കല്യാണ സാരി ആയിട്ട്. സിൽക്കുകൾ പലതരത്തിലുണ്ട്. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സിൽക്കാണ് മൂഗ സിൽക്ക്. ലോകത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും സിൽക്കിൽ. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ സാരിക്ക് തന്നെ നമ്മൾ സിൽക്ക് മാർക്ക് എംബ്ലോന്റെ ഒരു അത് അംഗീകരിച്ചൊരു സിൽക്ക് ഒറിജിനൽ എന്നുള്ളത് ഒറിജിനൽ സിൽക്ക് എന്ന് അംഗീകരിച്ച ഒരു എംബ്ലവും കൂടി നമുക്ക് ഈ സിൽക്ക് സാരിയിൽ കിട്ടുന്നതാണ്, ഒരു ടാഗ്. ഇതിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഒറിജിനൽ ജൂട്ടിനെ കാണുമ്പോൾ ഒരു വാല്യൂ കാണിക്കും. കാരണം എന്തെങ്കിൽ ജൂട്ടിന്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ ജൂട്ടല്ല, പക്ഷെ കാണുമ്പോൾ ജൂട്ടായിരിക്കും. അതതിന്റെ ഒരു പ്രത്യേകത. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസിന്റെ വെഡിങ് കളക്ഷൻസിൽ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഡിസൈനർ ലെഹങ്കാസ് ആണ്.
പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ വെൽവെറ്റ് ആണ്. വെൽവെറ്റ് ക്ലോത്തിൽ നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു ജെറി വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൽ സ്റ്റോൺ ഉണ്ടാവില്ല, സ്റ്റോൺ ഇല്ല, പക്ഷെ കാണുമ്പോൾ നമ്മൾ അട്രാക്റ്റീവ് സ്റ്റോൺ ഗോൾഡൻ നൂല് കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എംബ്രോയിഡറി ഡിസൈൻ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു എലഗൻറ്റ് ലുക്കാണ്. ഗോൾഡൻ നൂല് കൊണ്ട് തന്നെ ഒരു ഡാർക്ക് ബ്ലൂ വെൽവെറ്റ് തുണിയിൽ ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ഷോള് ഫുൾ ഹെവി ആയിരിക്കും. അടുത്തതായി ഡൂപ്പിയൻ സിൽക്കിലെ ഒരു ഹെവി വർക്ക് ലെഹങ്കയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മീം ജെറി എന്ന് പറഞ്ഞിട്ടൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മീം ജെറി ഈ മീം ജെറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കളർ കോമ്പിനേഷത്തിനനുസരിച്ചായിരിക്കും ഈ മീം ജെറി വർക്ക് ചെയ്യുന്നത്. അതെ ഈ മീം ജെറി അപ്പം കാണാൻ ഒരു ഭംഗി കിട്ടും. അതിന് അതേപോലെ അതേ ലൈനിൽ നമ്മൾ സ്റ്റോൺ വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ താഴെ വന്നുകൊണ്ട് നമ്മൾ കണ്ടില്ലേ ഈ റെഡ് വലിയ സ്റ്റോൺ വെച്ചിരിക്കുന്നത്, അത് കുറച്ചുകൂടി താഴെ ഫുള്ള് താഴേക്ക് കൊടുത്തിരിക്കണം. താഴെ വലിയ സ്റ്റോൺ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ റോയൽ ലുക്ക് ആയിട്ട് റോയൽ ഫീലിംഗ് കിട്ടും. ഈ മീം ജെറി ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെവി ഒരു ചോളിൻ്റെ ലുക്ക്, പക്ഷെ അത്ര കോസ്റ്റ് ഇല്ല, പക്ഷെ കാണുമ്പോൾ നമുക്ക് നല്ല ഹെവി ആയിട്ട് തോന്നിക്കും. ഫുള്ള് പറയും ഒരു 2000-3000 സ്റ്റോൺ തന്നെ ഇതിന് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്തിരിക്കണം. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് വെഡ്ഡിംഗ് കളക്ഷനിൽ അടുത്തതായി വെഡ്ഡിംഗ് ഗൗണാണ്. ചോളികളും ലാച്ചകളും ഇഷ്ടപ്പെടാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കൊരു ആഗ്രഹം വെഡ്ഡിംഗ് ഗൗൺ ഇട്ടാലോ എന്നൊരു സാധനം. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേക ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഗൗൺ. കളേഴ്സിലും വരുന്നുണ്ട്. കളേഴ്സിൽ വരുന്നുണ്ട്. പാർട്ടി വെയർ ആയിട്ട് വരുന്നുണ്ട്. വൈറ്റ് മാത്രമല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് കളേഴ്സിലും അവൈലബിൾ ആണ്. ഇതല്ലാതെ ഒരു പാർട്ടി വെയർ വരുന്നുണ്ട് ഗൗൺ. ഇത് നമ്മൾ സിൽക്കിലാണ് വരുന്നത്. ഇതിൽ വർക്ക് ഉണ്ടാവില്ല, വർക്ക് സിമ്പിൾ വർക്കായിരിക്കും. ഗ്ലോസിനെസ് ഇല്ലാതെ തന്നെ നല്ല എലഗന്റ് ലുക്കായിട്ട് വരുന്ന ഒരു ഗൗണാണിത്. ഇട്ടാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു സൂപ്പർ ലുക്കായിരിക്കും. പാർട്ടി വെയർ കളക്ഷൻസിൽ അടുത്തതായി ഡിസൈനർ ചുരിദാർസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നെറ്റിൽ നമ്മൾ മീം ജെറി വർക്ക് ചെയ്തിരിക്കുന്നത്. മീം ജെറി എന്ന് പറഞ്ഞാൽ നല്ല ഡസ്റ്റി കളറായിരിക്കും. പിന്നെ പ്രത്യേകത ഇതിൻ്റെ പാൻറ് ആയിരിക്കില്ല, സ്കേർട്ടായിരിക്കും, സിൽക്കിൻ്റെ സ്കേർട്ട്. ഇതിലിപ്പം ഈ ചുരിദാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ചുരിദാർസിന് നമ്മൾ പാൻറ് ആയിരിക്കും, ഇതിൽ പാൻറ് അല്ല സ്കേർട്ടാണ്. സാധാരണ മെട്രോ നഗരങ്ങളെ മറികടന്നുകൊണ്ടാണ് ഇന്ന് വിവാഹ പാർട്ടികളും മറ്റും സീനത്തിനെ തേടിയെത്തുന്നത്. ഇതിന് പ്രധാന കാരണം സീനത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് വസ്ത്രങ്ങളിൽ ഒരു മിനിമം മാർജിൻ വെച്ചുകൊണ്ടാണ് വ്യാപാരം ചെയ്യുന്നത്. ഇത് ഒരു വിവാഹ പാർട്ടി സീനത്തിലെത്തിയാൽ അവരുടെ കുടുംബങ്ങളും
അവരോടനുബന്ധിച്ചുള്ള മറ്റ് സുഹൃത്തുക്കളും മറ്റെല്ലാം സീനത്തിൽ തേടിയെത്തും. ഇത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും വിവാഹ പാർട്ടികൾ സീനത്തിനെ തേടിയെത്തുന്നു. അടുത്ത വർഷം പെരിന്തൽമണ്ണയിൽ 60,000 സ്ക്വയർ ഫീറ്റിൽ ഒരു സ്ഥാപനം തുറക്കാനുള്ള പദ്ധതിയിലാണ്. അതിൻ്റെ എല്ലാ വർക്കുകളും ഇന്ന് പെരിന്തൽമണ്ണയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെഡ്ഡിങ് സാരികളും വെഡ്ഡിങ് ചോളികളൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് പർദ്ദകൾ ധരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെ കല്യാണം വരുമ്പോൾ അവർക്കൊരു ഡ്രസ്സായിട്ട് നമ്മൾ ഒരു വെഡ്ഡിങ് പർദ്ദ നമ്മൾ അവൈലബിൾ നമ്മൾ ട്രഡീഷണൽ വെച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വെഡ്ഡിങ് പർദ്ദ ആയിരുന്നു. ഇത് നമ്മൾ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ വർക്കാണ്. നമ്മൾ സാരിയിലും ചോളിയിലും കാണുന്ന അതേ ഡിസൈൻ നമ്മൾ പർദ്ദയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വെഡ്ഡിങ് കൺസെപ്റ്റ് ആയി അവർക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർദ്ദ സെപ്പറേറ്റ് ഓവർകോട്ടാണ്, പ്ലെയിൻ കോട്ടാണ്. അതെ അതെ, ഇതിൻ്റെ പ്രത്യേകത ഈ വെഡ്ഡിങ് കോട്ട് നമ്മൾ വെഡ്ഡിങ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് ഈ പർദ്ദ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഡ്രസ് കോഡ്. അതായത് കല്യാണത്തിനും എല്ലാ ഫംഗ്ഷനും എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡായിട്ട് യൂസ് ചെയ്യുക. അതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. നമ്മൾ അതിന് ഒരു ഫ്ലോർ തന്നെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. വേറെ മെറ്റീരിയലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതും ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. എല്ലാം ഇന്ത്യൻ്റെ പുറത്തുനിന്ന് വരുന്നൊരു മെറ്റീരിയലാണ്. നെറ്റിൽ വരുന്നത്. ഇത് വേറെ ടിഷ്യൂ തുണി വരും. ടിഷ്യൂല് ഇതിൽ നമ്മളൊരു ഫ്ലവർ ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പം ഗൗൺ അടിച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഗൗൺ സ്റ്റിച്ച് ചെയ്താലും നല്ലൊരു ഭംഗി കിട്ടും. ലൈനിങ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു റോയൽ ലുക്കായിരിക്കും. അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സും ഉണ്ട്. അതിനുള്ള എല്ലാ ലൈനിങ്ങും മറ്റുള്ള അക്സസറീസും എല്ലാം ഞങ്ങൾ അവൈലബിൾ ആണ്. എല്ലാം